കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്തായിട്ട് മണലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ഭാഗത്തേക്കും ആലുവ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. മാത്രമല്ല ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടും കൂടിയാണ്. 5 മീറ്ററാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ റോഡിനുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കൊളോണിയൽ ഡിസൈനും കണ്ടംപററി പാറ്റേണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊണ്ട് എലവേഷൻ സൂപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയായിട്ട്, അതായത് പോർച്ചിനകത്തായിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തുള്ളത്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് പോർച്ച് വന്നുള്ളത്. ഈ ഭാഗത്ത് നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ കിണറാണ്, വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്, വെള്ളത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പേസിന് വേണ്ടിയിട്ടാണ് കിണറൊന്ന് പകുതിയായിട്ടുള്ളത്. അതിൻ്റെ മേലെയായിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. സിറ്റ് ഔട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഗ്രാനൈറ്റ് തന്നെയാണ്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. അതായത് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോർ വന്നിട്ടുണ്ട്. നല്ല വർക്കുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റീസൊക്കെ ഇടാവുന്നതാണ്. കോർണർ സെറ്റ് ഇടാം. അതുകൂടാതെ ഒരു ടീപ്പോ കൊടുക്കാം. മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഇനി ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ടാണ് TV സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. അതിനൊരു ടീക്കൂട്ടിൻ്റെ ഡിസൈനിലുള്ള പാറ്റേണിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് ധാരാളം വരുന്നുണ്ട്. ക്യൂരിയസ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും നല്ല ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്. അപ്പോൾ TV സ്പേസ് ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഒരു 6 ചെയറോ 8 ചെയറോ ഈസി ആയിട്ട് ഇടാനുള്ള സ്പേസ് ഉണ്ട്. കാരണം നല്ല ലെങ്തി ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ട് വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒതുങ്ങി മാറിയിട്ട് തന്നെയാണ്. ഓപ്പൺ കിച്ചണാണ് വന്നുള്ളത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നേരിട്ട് സർവ് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേസ് വരുന്നത്. മാത്രമല്ല ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഒരു വുഡിൻ്റെ ഒരു പ്രൊഫൈലും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഫാൻസി ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. L ഷേപ്പിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വന്നിട്ടുണ്ട്. ടാപ്പ് വന്നിരിക്കുന്നതും ഹിൻഡ്യുവറിൻ്റെയാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വന്നിട്ടുണ്ട്, വാട്ടർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ പ്യൂരിഫയർ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. വലിയ ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കേണ്ടി വരും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൈയെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകളും വന്നിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെള്ളം വെച്ച് തുടയ്ക്കാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡും സോപ്പുമൊക്കെ നമുക്ക് വെക്കാവുന്നതുമാണ്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം വന്നിരിക്കുന്നത് സൗത്തിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയും ചെറിയ രീതിയിലൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സിങ്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫിഷോ മീറ്റോ മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് സൗത്ത് വെസ്റ്റ് ഭാഗമാണ് ആ ഭാഗം വരുന്നത്. അവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. അടച്ചുറപ്പുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വാഷ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് വരാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒതുങ്ങി മാറി വാഷ് കൗണ്ടർ വന്നിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വലിപ്പമുള്ള മിറർ വന്നിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അത് വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇവിടെയായിട്ട് സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്.
മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡാണ്. കബോർഡിൽ ഇനി മിററിൻ്റെ വർക്കും കൂടി ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും 12 അടി വീതിയുമാണ്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഹിൻഡിയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. ടൈലെല്ലാം ഭംഗിയുള്ള ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഹിൻഡുവെയറിൻ്റെ ഫിറ്റിങ്സുമാണ്. ഡൈവേർട്ടർ വന്നിരിക്കുന്നതും ഹിൻഡുവെയറാണ്. പെഡസൽ ടൈപ്പിലുള്ള വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഫൈബർ ഡോറാണ് ഇതിന് വന്നുള്ളത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ഡിസൈനിലുള്ള വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടപ്പുണ്ട് ഗ്ലാസ്. ഒരു സൈഡിൽ ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അത് നോർത്ത് സൈഡിലെ ഭിത്തിയാണ്. വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് TV സ്പേസ് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ക്യൂരിയസ് ക്യാബൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റ് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ പെർഗോളാസ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒതുങ്ങി മാറിയിട്ട് ഒരു സ്റ്റഡി ടേബിളും കിട്ടിയിട്ടുണ്ട്. വർക്ക് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ബുക്ക് ഷെൽഫ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഒരു ഭിത്തി കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡ് തന്നെയാണ്. മിററിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡുമാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഇവിടെയായിട്ട് വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഹീറ്ററിൻ്റെ പോയിൻ്റ് എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. സ്പേഷ്യസ് ആയുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഫുള്ളി കവേർഡാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ്, വേസ്റ്റ് ലൈൻ. അവിടെയായിട്ട് നമുക്കൊരു അയൺ ടേബിൾ ഇടാനുള്ള പവർ പോയിൻറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വിൻഡോയുടെ വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇനി ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പോകാവുന്നതാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡ് അടിച്ച് ഹൈറ്റ് കൂട്ടി തന്നെയാണ് ഇതിൻ്റെ ടാങ്ക് വെച്ചുള്ളത്. അതുകൊണ്ട് താഴെ പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. കാറ്റും മഴയൊന്നും അകത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കവറിങ് വന്നുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറും വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കിനി ബാൽക്കണി ഉണ്ട്. ബാൽക്കണി വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് അഭിമുഖമായിട്ടാണ്. അതായത് നോർത്ത് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് വന്നിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ പാരപ്പറ്റ് നീളമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെടികൾ വയ്ക്കാവുന്നതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. താഴെ ഇതിന് ഒരു ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി ബാൽക്കണി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് വീട് ഒരുക്കിയിരിക്കുകയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.